2024 ഏറ്റവും കൂടുതൽ ഹിറ്റ് ചെയ്തിട്ടുള്ള ഒരു നടന്മാരിൽ ഒരാളാണ് ബേസിൽ. അപ്പോൾ ഇപ്പോൾ ഇത് പ്രാവും കുടിച്ച് അപ്പോൾ നല്ല റെസ്പോൺസാണ് വന്നുകൊണ്ടിരിക്കുന്നത്. എന്താ അതിന് ഗുട്ടൻസ് എന്താണ് ചെയ്യുന്ന ഫിലിംസ് എല്ലാം ഹിറ്റാവുന്നതിൻ്റെ? അത് നല്ല സിനിമയാവും. അല്ല, സിനിമകളൊക്കെ നല്ലതായത് കൊണ്ട് തന്നെയാണല്ലോ. സിനിമ നല്ലതാണെങ്കിൽ ഹിറ്റാവും, മോശമാണെങ്കിൽ ആവില്ല. അത്രേ ഉള്ളൂ. ചെയ്യുമ്പോൾ നല്ലത് നോക്കി ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്, അത്രേ ഉള്ളൂ. ഗുട്ടൻസ് അല്ലാതെ ഇപ്പം എന്താ. പിന്നെ അത് വർക്ക് ചെയ്തവരൊക്കെ നല്ല ടെക്നീഷ്യൻസ്, നല്ല ഡയറക്ടേഴ്സൊക്കെയാണ്, ശ്രീരാജ് ഉൾപ്പെടെ. അപ്പോൾ അവരൊക്കെ തന്നെയാണ്, എല്ലാവരും കൂടെ ഉള്ളൊരു പരിപാടിയാണ്. കോമഡിയും ചെയ്യണം, അതാണോ ഇതിൽ സ്ക്രിപ്റ്റ് സെലക്ട് ചെയ്യാനുള്ള കാരണം? അതോ പോലീസ് ഓഫീസർ ആയതുകൊണ്ടാണോ? അല്ല, അതിൻ്റെ ക്യാരക്ടറിന് അങ്ങനെ ഒരു ക്വിർക്കിനെസ് ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ അകത്ത് ഏറ്റവും എക്സൈറ്റിംഗ് ആയിട്ട് തോന്നിയത്. വെറുതെ ഒരു പോലീസ് റോളല്ല. കാരണം നമ്മൾ കുറ്റാന്വേഷണമൊക്കെ നടത്തുന്ന പോലീസ് ഓഫീസേഴ്സ് എന്ന് പറയുമ്പോൾ ഒരു ടെംപ്ലേറ്റ് ഉണ്ടാവില്ല. അതിൽ നിന്ന് മാറിയിട്ടുള്ള രീതിയിലുള്ള ഒരു പോലീസ് ഓഫീസറായിരുന്നു. ശ്രീരാജാണ് അതിൻ്റെ ഒരു ബേസിക്, എന്താ പറയുക, ആ എഴുത്തിലൊക്കെ ഉള്ള ശ്രീരാജിൻ്റെ ഒരു ക്വിർക്കിനെസ് ഉണ്ട്. ശ്രീരാജ് മൊത്തത്തിൽ ഇങ്ങനത്തെ എല്ലാത്തിനും ഇങ്ങനെ വേറെ രീതിയിൽ ആലോചിക്കുന്ന ഒരാളാണ്. അപ്പോൾ എല്ലാത്തിനും കോമഡി, നമ്മൾ പ്രതീക്ഷിക്കാത്ത സ്ഥലത്തൊക്കെ ഹ്യൂമറൊക്കെ കൊണ്ടുവരും. അപ്പോൾ അങ്ങനത്തെ ഒരു ക്യാരക്ടറായിരുന്നു പോലീസുകാരന്. അയാൾ ഇപ്പോൾ ഭയങ്കര സീരിയസ് ആയിട്ടുള്ള അന്വേഷണത്തിൻ്റെ ഇടയിൽ ചിലപ്പോൾ പെട്ടെന്ന് സീരിയസ് ആണ്, തമാശയ്ക്ക് വേണ്ടിയൊന്നും ചെയ്യുന്നില്ല, പക്ഷെ ചിലപ്പോൾ തമാശയൊക്കെ ആയിപ്പോവും. അങ്ങനെയൊക്കെയുള്ളൊരു സ്പേസിലാണ് നിൽക്കുന്നത്. അത് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ഫ്ലിപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു റോളാണ്. അപ്പോൾ അത് തന്നെയാണ് അത് ചെയ്യുമ്പോൾ ഏറ്റവും എക്സൈറ്റിംഗ് ആയിട്ട് തോന്നിയത്. പിന്നെ ശ്രീരാജ് ഒരു 2 ടേക്ക് കഴിഞ്ഞിട്ട് നമുക്കിത് ഓക്കെ ആണെന്നൊക്കെ നമ്മൾ വിചാരിച്ച് നമുക്ക് എന്നാൽ ശരി എന്നൊക്കെ പറഞ്ഞ് പോകാൻ നേരത്ത് ശ്രീരാജ് അവിടെ നിർത്തുന്ന പോയില്ല, ആയില്ല പറഞ്ഞിട്ട് പിന്നെ ഒരു കുറേ പ്രാവശ്യം കൂടെ വീണ്ടും അഭിനയിക്കും. ശ്രീരാജും കുറേ ഫീഡ്ബാക്ക് വരും, അങ്ങനെ ആലോചിച്ചിട്ട് ഇങ്ങനെ ചെയ്തിട്ട് ഇങ്ങനെ ചെയ്യും, അങ്ങനെ ചെയ്യുന്നൊക്കെ പറഞ്ഞിട്ട് പല പല രീതിയിൽ മാറ്റി ചെയ്യിപ്പിക്കുമായിരുന്നു. അപ്പോൾ പെട്ടെന്നൊന്നും ടേക്ക് ഓക്കെ ആവാൻ സമ്മതിക്കില്ല ആൾ. എങ്ങനെ ഇമ്പ്രൂവൈസ് ചെയ്ത് വേറെ രീതിയിലൊക്കെ ഫീഡ്ബാക്സ് ഒക്കെ തന്ന് കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു, പലരും പറഞ്ഞു തരുമ്പോൾ കുറച്ച് പാടായിരുന്നു. അതെല്ലാവർക്കും അങ്ങനെ തന്നെയായിരുന്നു. അങ്ങനെ പെട്ടെന്ന് ഓക്കെ പറയുന്ന ഒരു ഡയറക്ടറല്ല പുള്ളിക്ക്. വേറെ പല പല ഫീഡ്ബാക്സും തോട്ട് പ്രോസസ്സൊക്കെ ഉള്ള ഒരാളാണ്. എല്ലാം വേറെ രീതിയിൽ ആലോചിക്കുന്ന ഒരു മനുഷ്യനാണ്. അപ്പോൾ അതൊക്കെയാണ് ക്യാരക്ടേഴ്സിലും എല്ലാവരുടെയും പെർഫോമൻസസിൽ അത് റിഫ്ലക്ട് ചെയ്തിപ്പെട്ടിരിക്കുന്നത്. സൗബിൻകാരായിട്ട് കോമ്പിനേഷൻസ് ഒക്കെ എങ്ങനെയുണ്ട്? ആദ്യമായിട്ടാണല്ലോ ബേസിൽ കോംബോ വരുന്നത്. മായാനദിയിൽ ട്രാൻസിലും സോറി അല്ല, ഈ വൈറസിലുണ്ട്. പക്ഷെ മുഴുനീള കോമ്പിനേഷൻസ് ഒക്കെ ആദ്യമായിട്ടാണ് വരുന്നത് ഇത്ര കണ്ടിന്യൂസ്. നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഫിലിം വർക്ക് ചെയ്യുന്നപ്പോൾ അധികം അങ്ങനെ അടുത്ത് പരിചയപ്പെടലും കുറവായിരുന്നു. ഞങ്ങൾ ഈ പടത്തോടു കൂടിയാണ് ഞങ്ങൾ ഭയങ്കര പരിചയമൊക്കെ ആയത്. ഇപ്പം എല്ലാ ദിവസവും രാവിലെ വീഡിയോ കോളൊക്കെ ചെയ്യും, രാത്രിയൊക്കെ ഗുഡ് നൈറ്റൊക്കെ പറയും. കാരണം ഇപ്പോഴാണ് മനസ്സിലായത് കറക്റ്റായിട്ട്. പിന്നെ ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു ബേസിലൂടെ വർക്ക് ചെയ്യണം, അഭിനയിക്കണം എന്നുള്ള കാരണം നമുക്കറിയാലോ നമ്മൾ ഫ്രണ്ട്സിൻ്റെ സുഹൃത്തുക്കളുടെ പടങ്ങളിൽ തന്നെയാണ് ബേസിൽ അഭിനയിച്ചിട്ടുള്ളതും. അപ്പോൾ അവർ പറഞ്ഞിട്ടും അറിയാം. പിന്നെ നമ്മളെല്ലാ സ്ഥലങ്ങളിൽ വെച്ച് കാണാറുണ്ട്. പിന്നെ കോമ്പിനേഷൻ ചെയ്യാൻ നേരത്താണ് ഇപ്പോൾ 2 തരത്തിലിരിക്കുന്ന ക്യാരക്ടേഴ്സാണല്ലോ. അപ്പോൾ അതുകൊണ്ട് പിന്നെ പല പല ടേക്കുകൾ ഇങ്ങനെ പോകുന്തോറും ഞങ്ങൾക്ക് അത് കുറച്ചും കൂടി അടിപൊളിയായിരുന്നു. കാരണം ഒന്നാമത് ഞാൻ പോയിട്ട് കൊച്ചി ഭാഷ തൃശ്ശൂർ ഭാഷ പറഞ്ഞിരിക്കുന്നത്, അപ്പോൾ തന്നെ കുറേ അധികം ടേക്കുകൾ ഇങ്ങനെ പോകുമായിരുന്നു. കാരണം അതിൻ്റെ കറക്റ്റ് ഇത് കിട്ടാൻ ഡബ്ബാണെങ്കിൽ ഇപ്പോൾ ആദ്യമായിട്ട് ഞാൻ ഒരു മൂവി ഒരു 7 ദിവസം എടുത്ത് ഡബ് ചെയ്യുന്നത്. മറ്റേ ഫാസ്റ്റായിട്ട് നമ്മളൊരു ട്രാക്കുള്ളവർ ചെയ്തു പോകുന്നത്, പക്ഷെ നിർത്തിയെത്തി ഓരോരോ സീൻ അങ്ങനെ ചെയ്താൽ പോയത്. പിന്നെ ബേസിലൂടെ വർക്ക് ചെയ്തതിൽ ഭയങ്കര അടിപൊളിയായിരുന്നു. എനിക്ക് ബേസിൻ്റെ ഏറ്റവും ഇഷ്ടമുള്ള പെർഫോമൻസ് ആയിട്ടുള്ളൊരു മൂവി കൂടിയാണ് പ്രാവുംകുടി ഷാപ്പ്. അപ്പോൾ ഭയങ്കര സൈറ്റിലായിട്ടുള്ളൊരു ഭയങ്കര രസമുള്ള റിയാക്ഷൻസും കാര്യങ്ങളായിരുന്നു. ഭയങ്കര ഇഷ്ടം തോന്നിയൊരു ക്യാരക്ടറാണ്. അടിപൊളി. ഇനി അങ്ങോട്ടും ഒരുപാട് പടങ്ങളിലും വരട്ടെ എന്ന് പ്രാർത്ഥിക്കാം അല്ലേ? തീർച്ചയായിട്ടും എൻ്റെയും സൗബികയുടെ ഫേവറേറ്റ് സിനിമകളിലൊന്നാണ് തീർച്ചയായിട്ടും. എല്ലാ രീതിയിലുള്ള മാനേഴ്സ്. ഇപ്പം നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും പൊക്കി പറയണ പോലെ ഞാൻ പിന്നെ അവിടെ വന്നിട്ട് പറയാം. അതെ, അത് പറയുമ്പോൾ തന്നെ ഞൊണ്ടമാണ്, ഇങ്ങനത്തെ ലുക്കാണെന്ന് പറയും. ലുക്കിൽ കുഴപ്പമില്ലായിരുന്നു, ഞൊണ്ടനാന്ന് പറയും. പക്ഷെ ഷൂട്ടിൻ്റെ തലേ ദിവസം എപ്പോഴാണ് ടെൻഷൻ തുടങ്ങിയത്. കാരണം ഇത് ഫുള്ള് പിടിക്കണമല്ലോ. അപ്പോൾ എന്ത് ഞൊണ്ട് പിടിക്കണം, കൂടിക്കഴിഞ്ഞാലും കുറച്ച് ഭയങ്കര കൂടുതലായിരിക്കും, ഭയങ്കര കുറഞ്ഞു പോയി കഴിഞ്ഞാലും ഇയാൾക്ക് എന്തും ചെയ്യാൻ പറ്റും അതിൻ്റെ അപ്പുറത്തേക്ക്. അപ്പോൾ അതുകൊണ്ട് പതുക്കെ നടക്കുന്ന ഒരാൾ പിന്നെ മൂവ് ചെയ്യും തോറും ഓടുമ്പോൾ അതിന് കുറച്ചും കൂടി സ്റ്റൈൽ വരും. അത് ഫസ്റ്റ് ഡേ ആണെന്ന് തോന്നുന്നു. ഫസ്റ്റ് ഡേ ചെയ്ത് നോക്കാം എന്നുള്ള ഒരു ഇതിൽ. കാരണം അതിനു മുമ്പ് ഞൊണ്ടി നോക്കിയില്ല. ഞാൻ പണ്ട് സ്കൂളിലും കൂട്ടുകാരന്മാരുടെ കൂടെയൊക്കെ
വെറുതെ നടന്നു പോകുമ്പോൾ ടൂറൊക്കെ പോകുന്ന നേരത്ത് വെറുതെ കൂട്ടുകാർ കുറച്ച് ഗ്യാങ് ടീമുകളൊക്കെ വരാൻ നേരത്താണെങ്കിൽ കൂട്ടാനാണെങ്കിൽ അവൻ്റെ കൈ പിടിച്ച് പെട്ടെന്ന് ഒരു ഞൊണ്ടനെ പോലെയൊക്കെ നടന്നു അവന് അങ്ങനെയൊക്കെ പോകുന്നല്ലാണ്ട്. പിന്നെ ഞാൻ ഇതിൽ നമ്മുടെ ഡാതടിയയിലെ ഒരു സോങ് കെട്ടിൽ ഞാൻ ബാസിലെ ബൈക്കിലോട്ട് ഞൊണ്ടനായിട്ട് ഓടി വന്ന് ചാടി കയറുന്നൊരു ഷോട്ടുണ്ട്. അതിലാണ് ഈ ഞൊണ്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ഓർമ്മ ഉണ്ടായിരുന്നു. അത് വെച്ച് പിന്നെ ചെയ്ത് നോക്കിയപ്പോൾ ഞാൻ ശ്രീരാജനെ ഇഷ്ടപ്പെട്ടു. ആദ്യം തന്നെ പിടിച്ചാൽ മതി. അമ്പുകാരൻ ചോദിച്ചു ഓക്കെയാണോ? ഓക്കെയാണ്, പക്ഷേ ഇത് മുട്ട പിടിക്കേണ്ട ഒരു കേട്ടോ എന്ന് പറഞ്ഞാൽ. പിന്നെ അങ്ങോട്ട് പോകുമ്പോഴും ഫൈറ്റ് ആണെങ്കിലും ഇമോഷണൽ സീക്വൻസ് ആണെങ്കിലും ഓട്ടോ ആണെങ്കിലും ഇരിപ്പാണെങ്കിലും എല്ലാത്തിലും അത് പിടിക്കാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. പിന്നെ അത് ഓട്ടോമാറ്റിക്കായി ഒന്ന് ലോക്കായി, പിന്നെ ഒരു പ്രോബ്ലം ഉണ്ടായില്ല. ഒരു സീനാണ്. അതിൻ്റെ ഇടയിൽ കുറച്ച് ദിവസം ബ്രേക്ക് ഉണ്ടായിരുന്നു എനിക്ക് ബേസിൽ വന്നതിന് ശേഷം. അത് കഴിഞ്ഞ് പിന്നെ കുറച്ച് ദിവസം കണ്ട് എനിക്ക് ഷൂട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും ബേസിൻ്റെ സീനൊക്കെ കഴിഞ്ഞ് ഭയങ്കര കോമഡിയൊക്കെ ചിരിച്ച് കഴിഞ്ഞ് വന്നിട്ട് എൻ്റെ സീൻ എടുത്തപ്പോൾ ഞാൻ ആ സീനിൽ നടന്ന് കട്ട് പറഞ്ഞ് ഒന്ന് പ്ലേ ബാക്ക് നോക്കിയപ്പോഴും അതിൽ ഞൊണ്ടാൻ മറന്നുപോയി. അപ്പോൾ ഞാൻ അയ്യോ വൺ മോർ എന്താ ഞാൻ ഞൊണ്ടിയില്ല, എടാ ഞൊണ്ടിയില്ലേ. അങ്ങനെയൊക്കെ ഒരു ഷോട്ട് സംഭവിച്ചിട്ടുണ്ട്. പക്ഷെ നല്ല പണി പറഞ്ഞു. പക്ഷെ അതിനനുസരിച്ച് ഇങ്ങനത്തെ ഒരു വേറൊരു ചേഞ്ച് ആയിട്ടുള്ള മാനേജ് ചെയ്യാനായിട്ട് ഭയങ്കര ആഗ്രഹമാണ് അങ്ങനത്തെ ക്യാരക്ടർ ചെയ്യാൻ. താങ്ക് യു സോ മച്ച്. ബേസിൽ ഇവിടെ ഇപ്പം നോർമലി നേരത്തെ പറഞ്ഞു, നമ്മൾ ഇതിനു മുമ്പ് കണ്ട ആട്ടം എന്ന് പറഞ്ഞ മൂവിയിലാണ് ഒത്തിരിയധികം ക്യാരക്ടേഴ്സ് വരിക. അതിനകത്ത് വന്നവനും നിന്നവനും പോയവനും എല്ലാം പെർഫോം ചെയ്യുന്ന ഇത് കണ്ടതായിട്ട്. അതായത് സിനിമയുടെ തുടക്കം മുതൽ അവസാനം വരെ ഒരു തരത്തിലും ഒരു ലാഗോ അങ്ങനെയൊന്നും ഇല്ലാതെ എല്ലാവരും പെർഫോം ചെയ്ത് കണ്ടത്. അപ്പോൾ ഇതുപോലെ തന്നെ ഈ ഒരു ക്രൂവിനെ കിട്ടിക്കഴിഞ്ഞപ്പം ഇവരെല്ലാം ഇപ്പോൾ എല്ലാവരും മറ്റവരെല്ലാവരും പുതുമുഖങ്ങളാണ്. അപ്പോൾ ആ പുതുമുഖങ്ങളൊക്കെ ഇത്രയും പെർഫോം ചെയ്ത് കണ്ടതും അതുപോലെ തന്നെ അവരോടുള്ള എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു? അല്ല, ഭയങ്കര സന്തോഷം തോന്നി. കാരണം ഇങ്ങനത്തെ ഒരു സെറ്റിങ്ങിലും ഇങ്ങനത്തെ ഒരു ഭയങ്കര റൂട്ടഡ് ആയിട്ടുള്ള അങ്ങനത്തെ ഒരു കള്ള് ഷാപ്പ് സെറ്റിങ്, അതിൻ്റെ അകത്ത് നടക്കുന്ന ഒരു മർഡർ ഇൻവെസ്റ്റിഗേഷൻ സസ്പെൻസ് എന്നൊക്കെ പറയുന്ന പോലത്തെ ഒരു സിനിമയിൽ ഇതുപോലത്തെ ഭയങ്കര ഫ്രഷ് ആയിട്ടുള്ള കാസ്റ്റിംഗ് വരുമ്പോൾ തന്നെ ആ സിനിമയുടെ ടോൺ ഭയങ്കര പുതുമയുള്ളത് തന്നെയാണ്. അത് ഈ പറയുന്ന ഇങ്ങനെയുള്ള ഇവർ ഇപ്പോൾ അതിൽ സുപ്രൻ എന്ന് പറയുന്ന ചേട്ടനും അങ്ങനെയൊക്കെ ആയിട്ട് കള്ളുകുടിക്കാരൊക്കെ ആയിട്ട് വന്നിരുന്ന് ചീട്ട് കളിക്കുകയൊക്കെ ചെയ്യുന്ന ആൾക്കാരെന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ നാട്ടിലോ അവിടെ ഇവിടെയൊക്കെ കണ്ടിട്ടുള്ള മുഖങ്ങളൊക്കെ പോലെ അതൊരു ഭയങ്കര പോപ്പുലർ ആയിട്ടുള്ള കാസ്റ്റൊക്കെ വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ ആ ഫ്രഷ്നെസ് കിട്ടില്ല. അപ്പോൾ ആ ഒരു അൺപ്രഡിക്റ്റബിലിറ്റി ഉണ്ട്. ഒരു മർഡർ ഇൻവെസ്റ്റിഗേഷൻ ആയതിൻ്റെ ഒരു അൺസർട്ടനിറ്റി അൺപ്രഡിക്റ്റബിലിറ്റി മൊത്തത്തിലുള്ള ആ സിനിമയിലുണ്ട്. അപ്പോൾ ഇങ്ങനത്തെ കാസ്റ്റിംഗ് വരുമ്പോൾ നമുക്കിത് ആരാണ് എന്താണ് എങ്ങനെയാണെന്നുള്ളതൊരു കറക്റ്റായിട്ടുള്ള പ്രഡിക്റ്റബിലിറ്റി ഇല്ലാത്ത രീതിയിൽ പോകാനും പറ്റും. അപ്പോൾ മൊത്തത്തിൽ ആ സിനിമയ്ക്ക് ഒരു ഫ്രഷ്നെസ് കൊടുക്കാൻ ആ കാസ്റ്റിങ്ങിന് പറ്റിയിട്ടുണ്ടെന്ന് തോന്നുന്നു. അവരെല്ലാവരും നന്നായിട്ട് പെർഫോം ചെയ്യുകയും ചെയ്തു. എല്ലാവരും ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഇങ്ങനെ ഇരിക്കുന്ന ഒരു രൂപത്തിലൊന്നും അല്ല സിനിമയിലുള്ളത്. കുറേ കൂടെ മേക്കപ്പ് ഒക്കെ ചെയ്ത് അത് അങ്ങനെ. അപ്പോൾ ആ സിനിമയെ കണ്ടിട്ട് നമ്മൾ തിയേറ്ററിൽ നിന്ന് ഇറങ്ങിയിട്ട് എല്ലാവരും കാണുമ്പോൾ പെട്ടെന്ന് എല്ലാവരും ഭയങ്കര ഡിഫറൻസ് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാവരും വേറെ രീതിയിൽ പ്രസൻറ്റ് ചെയ്ത് ഭയങ്കര ആ ലാംഗ്വേജും ഇപ്പോൾ ആ തൃശ്ശൂർ ആക്സെൻ്റൊക്കെ പിടിച്ചിട്ടൊക്കെയാണ് എല്ലാവരും ഭയങ്കര. അപ്പോൾ അവിടെ നടക്കുന്ന ഒരു കഥയായിട്ട് തന്നെ നമുക്ക് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യും. അത് ആ സിനിമയുടെ അപ്പീൽ കുറച്ചുകൂടെ കൂട്ടുകയാണ് ചെയ്യുന്നത്. പിന്നെ ഇവരുടെ കൂടെ അഭിനയിക്കുമ്പോൾ നമുക്കും ഭയങ്കരമായിട്ട് പഠിക്കാനൊക്കെ പറ്റും. ഇവരുടെ നാടകത്തിലുള്ള എക്സ്പീരിയൻസസും നാടകത്തിൽ എങ്ങനെയാണ് അവർ പണ്ട് സ്റ്റേജിന് കളിക്കാനൊക്കെ പോകുമ്പോഴും അവിടെ ഇവിടെയൊക്കെയുള്ള എക്സ്പീരിയൻസുകളൊക്കെ അവർ നമ്മൾ നൈറ്റ് ഷൂട്ടുകളായിരുന്നു. അപ്പോൾ ഇവരുടെ കഥകളൊക്കെ പറയുമ്പോൾ നമുക്കും ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു. കുറേ അറിയാനും ഒക്കെ ഉള്ള ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പിന്നെ എല്ലാവരും നന്നായിട്ട് ചെയ്യുമ്പോഴാണ് സിനിമ നന്നായിട്ട് വരിക എന്നുള്ളതാണ്. അപ്പോൾ എല്ലാവരെയും നന്നാവുക എന്നുള്ളത്, അപ്പോൾ അങ്ങനെ ഒരു ടീം വർക്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ എല്ലാവരും നന്നായി ചെയ്തു, നന്നായിട്ട് വന്നു എന്ന് പറയുമ്പോൾ ഒരുപാട് സന്തോഷം. കുറച്ച് നാൾ മുമ്പ് അവർ വന്നിരുന്നു. കാടിൻ്റെ കുറച്ച് 2 പേരുണ്ടായിരുന്നു. അത് കുറച്ചധികം വരെ പഠിച്ചിട്ടുണ്ട്. പിന്നെ കുറേയൊക്കെ അതിൽ ചെയ്യേണ്ടതുണ്ടായിരുന്നു. അത് വേണ്ടി വന്നില്ല, കാരണം അത് പഠിച്ചിട്ടുണ്ടായില്ല. അപ്പോൾ അതുകൊണ്ട് പഠിച്ചതെല്ലാം ചെയ്തിട്ടുണ്ട്. കാടിൻ്റെ കുറച്ച് കാര്യങ്ങൾ അറിയാം നന്നായിട്ട്. പക്ഷേ കുറച്ച് നാൾ മുമ്പ് ഈ കോയിൻ പരിപാടികളുടെ കാര്യങ്ങൾ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. അതൊന്നും ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ കാടിൻ്റെ കുറച്ചൊക്കെ നല്ല ദിവസം. പിന്നെ വേറെ കുറച്ച് കാര്യങ്ങൾ കാണിക്കുന്നതിലൊക്കെ റിയലായിട്ട് ഒരു കോച്ചിങ് ഉണ്ടായിരുന്നു. കുറച്ച് ആൾ പറഞ്ഞ പോലെ തന്നെ ആയാലും ഭയങ്കര പ്രയാസമായിരുന്നു. ബൈക്ക് ഓടിച്ച പോലെ തന്നെ. ഓക്കെ, കുറേ അധികം ചെയ്യാൻ കണ്ടാൽ മനസ്സിലാവല്ലോ. ഇപ്പോഴാ ഇത് കഴിഞ്ഞിട്ട് നമുക്ക് വരുമ്പോൾ അങ്ങോട്ട് തെറ്റിപ്പോയല്ലേ, അത് പത്ത് തുടങ്ങും. അങ്ങനെ ചെയ്യാനൊക്കെ പറ്റും. അതാണ് വെറുതെ എന്തിനാ വന്നിട്ട് കാണിച്ചില്ല. നീ കാറായിട്ട് വന്നേക്കണല്ലേ. ഒരു ബൈക്കെങ്കിലും കൊണ്ടുവരാൻ പറ്റുമോ? ചെയ്യാൻ പറ്റില്ല, കാണിച്ചു തരാം.
ഫുൾ കാർഡായിട്ട് എടുക്കണ. സൗബിക സൗബിക സൗ- നിങ്ങൾ രണ്ട് ഡയറക്ടർമാരാണോ ഈ പടത്തിൽ നിങ്ങളുടെ എന്തെങ്കിലും പൊടിക്കൈകൾ അല്ലെങ്കിൽ സജഷൻസ് ഉണ്ടാക്കുന്നു? ഞാൻ പറയട്ടെ, ഇതിൽ 5 മെയിൻ ഡയറക്ടേഴ്സ് ആണുള്ളത്. ഇപ്പം അമ്പുക്ക, ഷൈജുക്ക, ശ്രീരാജാണ് ഡയറക്ടർ, പിന്നെ സൗബിക്കും പേഷ്യൻ്റ് ഉണ്ട്. പക്ഷെ ഇവരാരും അങ്ങനത്തെ ഒരു ഇൻപുട്ട് കൊടുത്തിട്ടില്ല. ശ്രീരാജിന് ഫുൾ ഫ്രീഡം കൊടുത്തിട്ടുണ്ട്. അത് എനിക്ക് ഭയങ്കര സംഭവമായിട്ടാണ് തോന്നിയത്. സൗബികയുടെ ആ. ഈ ഒരു മൂവിയിൽ ഈ സ്റ്റോറി അല്ലാണ്ട് ആകർഷം പറ്റൊരു ഘടകം എന്തായിരിക്കും? ഇതിൽ സ്റ്റോറി ഫസ്റ്റ് ഓഫ് ഓൾ സ്റ്റോറി തന്നെ. പിന്നെ ഇതിലെനിക്ക് വായിച്ചപ്പോൾ സ്ക്രിപ്റ്റ് വായിച്ചപ്പോൾ അതിൽ ഡയലോഗ്സും കാര്യങ്ങളും പിന്നെ ഇതിൻ്റെ കട്ട് പോകുന്ന രീതികളുണ്ടല്ലോ, അത് കുറച്ച് നമ്മൾ ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു പാറ്റേൺ ആണ്. പിന്നെ എല്ലാ കഥാപാത്രങ്ങൾക്കുള്ള കുറേ കാരണം ചെറിയൊരു 2 ടൈപ്പ് ആളുകളാണല്ലോ പല ഓരോരോ ക്യാരക്ടേഴ്സ്, അത് ഭയങ്കര ഇഷ്ടമായിരുന്നു. പിന്നെ ഒരു പുതിയൊരു എഡിറ്റിംഗ് പാറ്റേണും ആണല്ലോ, മൊത്തത്തിൽ കഥ തുടങ്ങി പിന്നെ അങ്ങനെ പോയി പിന്നെ മാറി മാറി വന്നുകൊണ്ടിരിക്കുന്ന, അത് ആദ്യം തന്നെ കേട്ടപ്പോൾ അത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. പിന്നെ എനിക്ക് ഇതിലെ ക്യാരക്ടറിൻ്റെ ലുക്കും ഇങ്ങനത്തെ ഒരു മാനറിസം ഒക്കെ കേട്ടപ്പോൾ ഭയങ്കര കുറച്ചും കൂടി, കാരണം സ്ഥിരം ചെയ്യുന്നതിലും വ്യത്യാസമായിട്ടുള്ളൊരു രൂപവും ഭാഷയും ശൈലിയും ആണല്ലോ, അപ്പോൾ അത് ഭയങ്കരമായിട്ട് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. പിന്നെ കഥ കേട്ട അമ്പുക്കാർക്ക് ഇഷ്ടമെന്ന് പറഞ്ഞപ്പോൾ കുറച്ചും കൂടി എല്ലാവരും വന്നപ്പോൾ ഇഷ്ടമായി. നേരത്തെ ചോദിച്ചാൽ അതിൽ ഇൻപുട്ടിന് അങ്ങനെ ഉണ്ടായില്ല, സ്ക്രിപ്റ്റിൽ തന്നെ കറക്റ്റായിട്ടുള്ള കാര്യങ്ങളുണ്ടായിരുന്നു. പിന്നെ നമ്മൾ ചോദിക്കുന്നതിന് കറക്റ്റായിട്ടുള്ള ഡൗട്ടും കറക്റ്റായിട്ടുള്ള ആൻസറും വരുന്നതുകൊണ്ട് വലിയ ഇതുണ്ടായില്ല. കറക്റ്റ് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു എന്താ ചെയ്യേണ്ടതെന്നുള്ള കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ മാത്രം. അതെല്ലാം ഡിസ്കഷൻ എല്ലാവരും ഉണ്ടല്ലോ, ഷൈജിയും ഉണ്ട്, എല്ലാവരും ഉണ്ട്. എല്ലാ ദിവസവും ഷൂട്ട് കഴിഞ്ഞാൽ എല്ലാ ദിവസവും ആയിട്ട് നമ്മൾ ഇന്ന് എടുത്തതാണെങ്കിൽ നാളെ എടുക്കാൻ പോകുന്ന സീനെക്കുറിച്ചൊരു ഡിസ്കഷനൊക്കെ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ കുറേ ഗുണം ചെയ്തിട്ടുണ്ട്. നമ്മൾ പിറ്റേ ദിവസം സെറ്റ് വന്നിട്ട് അധികം ഡിസ്കഷൻ വരില്ല, നൈറ്റ് തന്നെ അതിനൊരു രൂപം ഉണ്ടായിരുന്നു. ഇത് തന്നെ അതിൽ ഇത് നമ്മുടെ രഞ്ജിത് സാറിൻ്റെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റി. ഇപ്പോൾ ഒരു 4 മാസം കഴിഞ്ഞ് ഇനി ഒരു 1.5 മാസം കൂടി ഉണ്ട്. കുറച്ച് നാളായിട്ട് ഒരു 4-5 മാസമായിട്ട് കൂലി ഫിലിമിൻ്റെ വർക്കിലാണ്. പിന്നെ ഭയങ്കര വലിയൊരു എക്സ്പീരിയൻസ് ആണ്. അതിൽ ഉള്ള കാസ്റ്റും അതിൽ ക്രൂവും അതിൻ്റെ സെറ്റപ്പും കാര്യങ്ങളും എല്ലാം കണ്ടിട്ട് ഭയങ്കര കൊതിയാവുന്നു പിന്നെ ഒരു പടം ചെയ്യാനായിട്ട്. അപ്പോൾ അതുകൊണ്ട് കൂലി മൂവി കഴിഞ്ഞിട്ട് ഉടനെ തന്നെ ഡയറക്ഷനിലോട്ട് ഡയറക്റ്റ് ചെയ്യാന്നുള്ളൊരു പരിപാടിയാണ്. അതിൽ കുറേ ക്യാരക്ടേഴ്സ് ഉണ്ട്, കുറേ ക്യാരക്ടേഴ്സിന് മെയിൻ റോളാണ്. അതിപ്പോൾ ഒന്നും പുറത്തു വരാൻ പറ്റാത്ത ഒരു സിറ്റുവേഷനിലേക്കാണ്. ആരാ പറഞ്ഞ? എന്നോട് പറഞ്ഞ എനിക്കറിയില്ല. കുറേ ലേയേഴ്സ് ഉണ്ട്, കുറേ ക്യാരക്ടേഴ്സ് ഉണ്ട്, കുറേ കാര്യങ്ങളുണ്ട്. കാരണം ഞാൻ തന്നെ കുറേ കഥ പറയുമ്പോൾ തന്നെ നമ്മൾക്ക് ഓരോരോ സീക്വൻസ് പറയുമ്പോൾ തന്നെ പല പല ചേഞ്ച് ചെയ്ത് പല സ്ഥലങ്ങളിൽ ഇങ്ങനെ സ്ക്രിപ്റ്റ് ഇങ്ങനെ മാറി ഭയങ്കര രസമായിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ തന്നെ നമ്മൾ വേറെ രീതിയിലുള്ള ലോകേഷ് കനകരാജിൻ്റെ വേറെ രീതിയിലുള്ളൊരു മൂവിയാണ്. ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള രജനി സാറിൻ്റെ കളക്കം പെർഫോമൻസാണ്. എല്ലാവരും അടിപൊളിയായിരിക്കും. എന്താ ഈ വർഷം തന്നെയുണ്ട്. അതിനെ പറഞ്ഞു കൂലി മൂവി കഴിഞ്ഞിട്ടുള്ള ബാക്കി പരിപാടി ഡയറക്ഷനിലോട്ട് കയറുക. പറയാം, സമയമുണ്ട്, എന്തോരം കിടക്കണം. ദുൽഖർ മൂവി തന്നെയാണ് അടുത്ത്. അതിപ്പോ പറയാൻ പറ്റില്ല, അത് സ്പോയിലർ അല്ല. ഇവിടെ ഹായ് ഹലോ. ഇപ്പം ജയഹേല് ട്രിവാൻഡ്രം സ്ലാങ് ഗംഭീരമായിട്ട് ചെയ്തതിന് ശേഷം മറ്റൊരു സ്ലാങ് ഇപ്പം തൃശ്ശൂർ സ്ലാങ് ആണ് ഈ പടത്തിൽ ചെയ്തിരിക്കുന്നത്. അപ്പം എത്രത്തോളം പ്രയാസകരമായിരുന്നു അത്? അതേപോലെ പ്രിപ്പറേഷൻസ് എന്തൊക്കെയാണ് ചെയ്തത് സ്ലാങ് പിടിക്കാൻ? സ്ലാങ് ആ ശ്രീരാജ് തൃശ്ശൂരുകാരനായതുകൊണ്ട് സെറ്റിൽ വന്നു 2 ദിവസം കഴിയുമ്പോൾ തന്നെ പിന്നെ നമ്മൾ അതിലേക്ക് എല്ലാം തൃശ്ശൂരാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ പെട്ടെന്ന് നമ്മൾ അതിൻ്റെ തൊട്ട്
പെട്ടെന്ന് എത്താൻ പറ്റുമെന്ന് തോന്നുന്നു. കുറേയൊക്കെ അവരുമായിട്ട് അങ്ങനെ അങ്ങ് സംസാരിച്ച് വരുമ്പോഴേക്കും പിന്നെ ഡബ് ചെയ്യാനൊക്കെ കുറേ പണിയെടുത്തു. കുറേ ദിവസം ഡബ് ചെയ്തു. അങ്ങനെ എളുപ്പത്തിലൊന്നും ഡബ് ചെയ്ത് തീർക്കാൻ പറ്റിയിട്ടില്ല. അതെ. അപ്പോൾ അങ്ങനെ അതിന് വേണ്ടിയിട്ട് ഡബിലും പിന്നെ ലൊക്കേഷനിലൊക്കെ ഉള്ള അവരുടെ ഫീഡ്ബാക്കുകളൊക്കെ തന്നെയാണ്. അങ്ങനെയാണ് തൃശ്ശൂരിലേക്ക് എന്നാലും ഭയങ്കര കംപ്ലീറ്റ് പക്കാ തൃശ്ശൂരാണെന്നും എനിക്ക് അറിഞ്ഞൂടാ. ഈ പറയുന്ന നമുക്ക് വിചാരിക്കും ഇത് ഭയങ്കര തൃശ്ശൂരാണെന്ന്. പക്ഷെ ശരിക്കുള്ള തൃശ്ശൂരുകാർ പറയണത് തൃശ്ശൂരാണോ അല്ലയോ. അതുകൊണ്ട് തൃശ്ശൂർ കണ്ടെന്ന് ഒരു മീഡിയത്തിലൊരു തൃശ്ശൂർ അതങ്ങിട്ടിട്ടുണ്ട്. പ്രാവൻകൂട്ട് ഷാപ്പിനെ കുറിച്ച് 2 വാക്ക്. അതൊരു ചെറിയ ഷാപ്പ്. അത് അല്ല, ഞാൻ റോട്ടിൽ കൂടെ പോകുമ്പോൾ കാണുന്നത് അത് മാപ്രാണത്ത് നിന്ന് നെടുമ്പാൽ രാപ്പാൽ റൂട്ടിൽ പോണ സമയത്ത് അതൊരു പാടത്തിന്റെ നടുവിൽ, ഒരു കോൾപ്പാടത്തിന്റെ നടുവിലുള്ള ഒരു ചെറിയ പാടത്തിന്റെ നടുവിൽ 4 പില്ലറിൽ ഉയർത്തപ്പെട്ട എനിക്കൊന്ന് ഒരു 20 ഇൻറ്റു അയ്യോ അല്ല, ഞാനൊരു പഴയ വീട് പണിക്ക് അങ്ങനെ ആയതുകൊണ്ട് അതിങ്ങനെ കാണുമ്പോൾ നമ്മൾ ആ സ്ട്രക്ചർ നോക്കില്ല, അതങ്ങനെ പ്രത്യേക സ്ട്രക്ചർ. അതുകൊണ്ടാണ് പറഞ്ഞത് ഏകദേശം അത്രയ്ക്ക് ഇതിൻ്റെ ഉള്ളു. പിന്നെ കറികൾ എല്ലാ തരത്തിലുള്ള കറികളുണ്ട്. പക്ഷെ അതിനേക്കാളും നല്ല ഷാപ്പ് പണ്ടത്തെ മാപ്രാൺ ഷാപ്പ് എന്ന് പറയും. ഇതൊരു ബി ഷാപ്പ് മാതിരിയായിരുന്നു. പക്ഷെ ഇതിൻ്റെ പേര് വളരെ രസകരമായിട്ടുള്ള പേരായിരുന്നു. അത് അങ്ങനെ ആൾക്കാരൊക്കെ ശ്രദ്ധിക്കായിരുന്നു. ഒരു പാടത്തിൻ്റെ നടുവിലുള്ളത്. സന്തോഷമായില്ലേ? സൗബിജൻ കൂലിയിൽ അഭിനയിച്ചിട്ട് ഒരു പടം പിടിക്കണം എന്ന് പറഞ്ഞു. ബേസിൽ ചേട്ടന് എങ്ങനെയാ ഇപ്പൊ ഇത്രയും കാലം സക്സസ് കൊടുത്തതുകൊണ്ട് ഇനി ഒരു പടം പിടിക്കുമോ അടുത്ത് എപ്പോഴെങ്കിലും? ഡയറക്റ്റ് ഉറപ്പായിട്ടും സമയം ഉണ്ടെങ്കിലും നമുക്ക് അത് നല്ലതുണ്ടെങ്കിലും ഉറപ്പായിട്ടും ഒരുമിച്ച് ചെയ്യും. സന്തോഷമില്ലുള്ളൂ അങ്ങനെയുള്ള കാര്യങ്ങൾ. അല്ല ബേസിൽ? ബേസിൽ ബ്രോ പറഞ്ഞില്ല പിന്നെന്നാണ് പറഞ്ഞത്. പിന്നെ അതാണ്. ഇല്ല, ചെമ്പൻചേട്ടനുമായിട്ട് എനിക്ക് ഈ സിനിമയിൽ ആക്ച്വലി അധികം കോമ്പിനേഷൻ ഇല്ലായിരുന്നു. 1-2 സീനുകൾ ഉണ്ടായിരുന്നു. കോമ്പിനേഷൻ മൊത്തം സൗബിക്കായിട്ടായിരുന്നു. എനിക്ക് ഭയങ്കര രസമായിരുന്നു. ചെമ്പൻചേട്ടനായിട്ട് ഞാൻ ആദ്യമായിട്ടാണ് അഭിനയിക്കുന്നതെന്ന് തോന്നുന്നു. ഒരുമിച്ച് അഭിനയിക്കുന്ന ആദ്യമായിട്ടാണ്. അപ്പോൾ എനിക്കും സിനിമയിൽ കണ്ടിട്ടുള്ള ചെമ്പൻചേട്ടനെ തന്നെയാണ് നേരിട്ട് കാണുമ്പോഴും. പക്ഷെ ഭയങ്കര രസമാണ്. സംസാരിച്ചൊക്കെ ഇരിക്കുമ്പോഴൊക്കെ നല്ല രസമാണ്. പിന്നെ നമുക്ക് ഇത് പറയുന്ന പോലെ എല്ലാവരും പരിചയമുള്ള സർക്കിളുകളിലൊക്കെ എപ്പോഴും എല്ലായിടത്തും കാണുന്ന, അല്ലാതെ തന്നെ മുമ്പ് പലതവണ കണ്ടിട്ടുള്ളതാണ്. ഒരുമിച്ച് വർക്ക് ചെയ്ത് ആദ്യമായിട്ടാണെന്നേ ഉള്ളൂ. നല്ല രസമുള്ളൊരു മനുഷ്യനാണ്. നല്ല സംസാരിച്ചിരിക്കാനൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റിംഗ്. അപ്പോൾ വർക്ക് ചെയ്തപ്പോഴും എനിക്ക് ആ 2 സീൻ്റെ എക്സ്പീരിയൻസ് ഉള്ളൂ. അതിൽ കൂടുതൽ എനിക്ക് എക്സ്പീരിയൻസ് ആയിട്ടൊന്നും പറയാനില്ല. പക്ഷെ നല്ല രസമായിട്ട് ഈ സിനിമയിൽ ചെയ്തിട്ടുണ്ട്, അതിലൊരു സംശയമില്ല. ഇതിലെ ഒരു വൺ ഓഫ് ദ മെയിൻ ക്യാരക്ടേഴ്സിലൊന്നാണ് ചെമ്പൻചേട്ടൻ. അപ്പോൾ സ്റ്റാർട്ടിങ് മുതൽ അവസാനം വരെ അങ്ങനെ നിൽക്കുന്ന ഒരു ക്യാരക്ടറാണ്. അപ്പോൾ അത് ഭയങ്കര രസമായിട്ട് അതിൻ്റെ ചെറിയ ചെറിയ മാനർസങ്ങളൊക്കെ നല്ല രസമായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ CID മൂസയിലെ ജഗതി ചേട്ടൻ ഉഗ്രനല്ലേ? ഭാരത് മാതാ കി ജയ് എന്ന് കുളിച്ചിട്ട് ആയിരിക്കും. വന്ദേ ഭാരത്. പിന്നെ എനിക്കിതിലെ റെഫറൻസ് എന്തായിരുന്നു അറിയോ? സിംഗം. കാര്യമായിട്ട്. അപ്പോൾ ഡയറക്ടർ സിംഗം മൂഡിൽ പിടിക്കാം എന്ന് പറയുമ്പോൾ ഷൂട്ട് തുടങ്ങാൻ 2 ആഴ്ചയുള്ളൂ. അപ്പം ഞാൻ ട്രെയിനറിൻ്റെ അടുത്ത് പറഞ്ഞു, ജിമ്മിൽ ബ്രോ നമുക്ക് 2 ആഴ്ചയുണ്ട്, സിങ്ക് ആവണം. ഇപ്പം അവരുടെ മനസ്സിൽ ഞാൻ പോലീസ് ജീപ്പിൽ ഇറങ്ങി വരുമ്പോൾ അവരുടെ മനസ്സിലുള്ള മ്യൂസിക് എന്നായിരിക്കും. അത് മാറ്റണം. ഷൂട്ട് തുടങ്ങുന്നതെന്ന് ഞാൻ പോലീസ് ജീപ്പിൽ ഒന്ന് ഇറങ്ങുമ്പോൾ അവർക്ക് സിംഗം എന്നുള്ള മ്യൂസിക് ഇടാൻ തോന്നണം എന്ന് പറഞ്ഞു. അപ്പോൾ ട്രെയിനർ എൻ്റെ അടുത്ത് പറഞ്ഞു, 2 ആഴ്ചയല്ലേ സാർ, ഇത് മിക്കവാറും അതാവാനേ വഴിയുള്ളൂ, സിങ്ക് ആവാൻ ഒരു സാധ്യതയില്ലെന്ന് പറഞ്ഞു. പിന്നെ ഉള്ളതൊക്കെ വെച്ചിട്ട് കുറച്ച് സിംഗമായിട്ട് സിങ്ക് ആവാനൊന്നും നോക്കി, മാത്രമേ. അതായിരുന്നു എൻ്റെ ഒരു. പിന്നെ CID മൂസയുടെ കാര്യം പറഞ്ഞപ്പോഴാണ് ഈയിടെയായിട്ട് സോഷ്യൽ മീഡിയയിൽ ഇൻസ്റ്റഗ്രാമിലൊക്കെ ബേസിലേട്ടനെ ദിലീപേട്ടനായിട്ട് കമ്പയർ ചെയ്യുന്നുണ്ട്. ജനപ്രിയ നായകൻ എന്നുള്ള രീതിയിലേക്ക് ബേസിലേട്ടൻ പോകുന്നത് കൊണ്ടാണ് ദിലീപേട്ടനെ വെച്ച് കമ്പയർ ചെയ്യുന്നുണ്ട്. അപ്പൊ ഇത്തരത്തിൽ കമ്പയർ ചെയ്യുന്നവരോട് എന്താ പറയാനുള്ളത്? അല്ല, അദ്ദേഹത്തിൻ്റെതായിട്ടുള്ളൊരു എന്താ പറയുക, നമുക്ക് ഇഷ്ടപ്പെടാനുള്ള ആ കാലഘട്ടത്തിൽ നമ്മളൊക്കെ ചെറുപ്പകാലം മുതലേ അങ്ങനെയുള്ള സിനിമകൾ കണ്ട് അദ്ദേഹത്തിന് ഉണ്ടാക്കിയെടുത്തൊരു പേരാണ്. എനിക്ക്
എന്നെ ഇഷ്ടപ്പെടുന്നു എന്ന് പറയുന്നതിൽ സന്തോഷം. പക്ഷെ എനിക്ക് അതിന് എൻ്റേതായിട്ടുള്ളൊരു ഐഡൻറ്റിറ്റി ഉണ്ടാവണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. തീർച്ചയായിട്ടും ഇഷ്ടപ്പെടുന്നു എന്ന് അറിയുന്നതിൽ സന്തോഷമുണ്ട്. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഒരു എന്താ പറയുക, ആ ഒരു ലെഗസി അത് അദ്ദേഹം മാത്രം ഉണ്ടാക്കിയെടുത്തതാണ്. അപ്പോൾ അതുമായിട്ട് ഞാൻ കമ്പയർ ചെയ്യപ്പെടാൻ എനിക്ക് താല്പര്യമില്ല. താല്പര്യമുണ്ട്, പക്ഷെ ശ്രമിക്കുന്നുണ്ട്. ആവുമ്പോ പറയാം. എപ്പോ അങ്ങനെ അതെ അങ്ങനെ അത് പെട്ടെന്ന് എനിക്ക് മനസ്സിലായില്ല. അത് സമയമാകുമ്പോൾ പറയാം. അത് ആയി വരുന്നേ ഉള്ളൂ. അതങ്ങോട്ട് ശരിയായിട്ട് വരും. ഒരാഴ്ച സമയം എടുക്കും. അറിയില്ല, ഇപ്പം അതിനെ കുറിച്ചൊന്നും ആലോചിച്ച് തുടങ്ങിയിട്ടില്ല. ചിലപ്പോൾ വരുമായിരിക്കും. അറിയാം സംഭവിക്കാം. എന്തൊക്കെ വേണ്ടേ ചേട്ടൻ? സംഭവിക്കണോ സംഭവിക്കാതിരിക്കണോ? സംഭവിക്കണം. ആ ഓക്കെ. അതിനുശേഷമാണ് കൂലിയിൽ അഭിനയിക്കുന്നത്. ആളുകളുടെ അല്ലെങ്കിൽ സിനിമയിൽ വർക്ക് ചെയ്യുന്നവരുടെ ഒരു റിസപ്ഷൻ ഭയങ്കര തികച്ചും വ്യത്യാസമായിട്ടുള്ള ഞാൻ വിചാരിക്കാത്തതിലും കൂടുതലാണ് അവിടെ. തമിഴ് മൂവി ഞാൻ ചെയ്യുന്നതാണെങ്കിൽ പോലും കൂടുതൽ ഷൂട്ട് നടന്നത് വിശാഖ് അങ്ങനെയുള്ള സ്ഥലങ്ങളാണ്, ആന്ധ്ര അങ്ങനെയുള്ള സ്ഥലങ്ങളാണ്. അവിടെയുള്ള ആൾക്കാർ പോലും ഭയങ്കരമായിട്ട് തിരിച്ചെടുത്തിട്ട് കുട്ടേട്ട സുഭാഷ് എന്ന് ഭയങ്കര സന്തോഷം തോന്നി. കാരണം അവിടെയുള്ള സാധാരണ കുഞ്ഞു കുഞ്ഞു സ്ഥലങ്ങളുള്ള ആൾക്കാർക്ക് വലിയ സ്ഥലങ്ങളാണെങ്കിലും എല്ലാവരും മൂവി കണ്ടിട്ടുണ്ട്. അപ്പോൾ അത് അവിടം വരെ റീച്ച് എത്തിയതിൽ വളരെ സന്തോഷമുണ്ട്. അതെല്ലാം തിരിച്ചറിഞ്ഞതിൽ ഭയങ്കരമായിട്ട് സന്തോഷമുണ്ട്. ചെന്നൈയിലൊക്കെ ഭയങ്കര രസമായിട്ടുള്ള റെസ്പോൺസാണ് കാണുമ്പോഴൊക്കെ. ഭയങ്കര സന്തോഷം. ഇല്ല, എല്ലാവരും പറയുന്നത് എന്തു പറയാനാ. ഓക്കെ, ഭയങ്കര സന്തോഷമായി. ഇപ്പോൾ അതിൻ്റെ ലാസ്റ്റ് ഇതൊക്കെ അങ്ങനെ അതിൻ്റെ റിസ്ക്കും കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ട് കുറേയധികം സംസാരിച്ചു. എങ്ങനെയാണ് അതിൻ്റെ ഷൂട്ട് ചെയ്ത കാര്യങ്ങളും. പിന്നെ ഗിരീഷ് ത്രൂ ഔട്ട് ലോകേഷിൻ്റെ കൂടെ ഉണ്ടല്ലോ, ഗിരീഷ് ഗംഗാധരൻ. അപ്പോൾ ഗിരീഷിന് എല്ലാ കാര്യങ്ങളും ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. ഉണ്ടായിരുന്നെങ്കിൽ പറഞ്ഞാനാ. ഞാൻ അങ്ങോട്ട് വിളിച്ചു ചോദിച്ചു, മൂവിയൊക്കെ അനൗൺസ് ചെയ്തല്ല, കാസ്റ്റിംഗ് നടക്കണല്ലേ ഉള്ളൂ, നടക്കണുള്ളൂ എന്ന് പറഞ്ഞു. പിന്നെ പറഞ്ഞത് കുട്ടിയും അമ്മയൊക്കെയാണെന്ന്. അപ്പോൾ അമ്മ കുട്ടിയാവാനും പറ്റില്ല, പക്ഷെ ഇടയ്ക്കിടയ്ക്ക് വിളിക്കുന്നുണ്ട് ഞാൻ. അതിനുള്ള പ്രതിവിധികൾ നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് കൊറോണ വന്നാൽ ചിലപ്പോൾ ഷെയ്ക്കാൻഡ് നിൽക്കുമായിരിക്കും. അതാണ് പ്രതിവിധി. അല്ല, അതിപ്പോൾ കൃത്യമായിട്ട് നമ്മൾ കണ്ടുപിടിച്ചിട്ടില്ല. പക്ഷെ അത് വളർന്നുകൊണ്ടിരിക്കുകയാണ്. ഇനിയിപ്പോൾ എൻട്രി ഫീ ഒക്കെ വെച്ച് കയറ്റേണ്ടി വരും. ഇപ്പോൾ എല്ലാവരും കയറിക്കൊണ്ടിരിക്കുക. എനിക്ക് ആഗ്രഹമില്ല, ഞാൻ എടുക്കൂല. ഒന്ന് ആലോചിക്കണം. അപ്പൊ എല്ലാവരും എന്താ പറയാ, ഒരു വേറിട്ട ഒരു സിനിമയാണ് ഈ പറയുന്ന ഒരു മിസ്റ്ററി സസ്പെൻസ് ത്രില്ലർ. അതിൽ ചെറിയ ഡാർക്ക് കോമഡി ഒക്കെ ആയിട്ടുള്ള ഒരു ജോണറിലാണ് സിനിമ. അപ്പോൾ തീർച്ചയായും നിങ്ങൾ കണ്ടു നോക്കുക. ഒരു ഡിഫറെൻ്റ് അപ്രോച്ചാണ് ഈ സിനിമയിൽ ശ്രീരാജ് ശ്രമിച്ചിരിക്കുന്നത്. ഒരു കൺവെൻഷണൽ സ്റ്റോറി ടെല്ലിംഗ് അല്ല, എന്നാൽ മൊത്തത്തിൽ അതിൻ്റെ ഒരു ട്രീറ്റ്മെൻ്റ് ഒക്കെ ഡിഫറെൻ്റ് ആണ്. അതിനനുസരിച്ച് കോംപ്ലിമെൻ്റ് ചെയ്യുന്ന തരത്തിലുള്ള നല്ല സിനിമാറ്റോഗ്രാഫിയും മ്യൂസിക്കും എഡിറ്റും സൗണ്ട് ഡിസൈനും കോസ്റ്റ്യൂമും മേക്കപ്പും എല്ലാം, പിന്നെ ആർട്ടിസ്റ്റുകളുടെ പെർഫോമൻസസും ഒക്കെ ആയിട്ട് ഒരു ഫ്രഷ് ആയിട്ടുള്ള ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് തന്നെയായിരിക്കും എന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. നിങ്ങളെല്ലാവരും കണ്ടു നോക്കിയിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കുക. താങ്ക് യു.